ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയൊക്കെയാണ് ചെടികൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസും കുറച്ച് പ്ലാന്റ്സും നല്ല നല്ല ചെടികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇപ്പം ഞാൻ കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണിച്ചു തരാമേ. ഇതൊരു ഹാങ്ങിങ് പോട്ടാണ്. ഇത് റെഡിമെയ്ഡായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ മണി പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലൊരു സ്റ്റണ്ണിങ് ലുക്കാണ് കേട്ടോ. സൂപ്പറാണ് ചെടികൾ. മണി പ്ലാന്റ് പല വെറൈറ്റീസ്, മാർബിൾ ക്യൂനോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോത്തോസ് ഈ ചട്ടിയിൽ വളർത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതേപോലെ പഴയ ജഗ് അതേപോലത്തെ മൺചട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇത് ഞാൻ പോളിഷോ ഒന്നും ചെയ്തിട്ടില്ല, ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതിയാവും. നല്ല ഭംഗിയിൽ നമുക്ക് അലോവേര പ്ലാന്റ്സ് വളർത്താൻ പറ്റും. കാരണം അലോവേര പ്ലാന്റ്സിന് ഒരുപാട് വേരുകൾ സ്പ്രെഡ് ആകുന്ന ടൈപ്പല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചെടികൾ നമുക്ക് പഴയ ചട്ടിയിലോ മൺചട്ടിയിലോ എസ്പെഷ്യലി കാണാൻ നല്ല ലുക്കായിരിക്കും. കാരണം നല്ല പച്ച ഇലകൾ ഇതേപോലുള്ള ചട്ടിക്കകത്തൊക്കെ വെക്കുമ്പോൾ കാണാൻ നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ നമ്മൾ വലിച്ചെറിയുന്നതൊക്കെ മതി. നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ചെടികളൊക്കെ നട്ടുവെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് പനിക്കൂർക്കയൊക്കെ നട്ടുവെക്കുക. പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് പനി വരുമ്പോൾ എടുക്കാം. ജലദോഷം അതേപോലെ മാറാത്ത ചുമയ്ക്കൊക്കെ ഈ പനിക്കൂർക്കയുടെ ഇലയിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല, അതായത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ജലദോഷം അതേപോലെ തന്നെ ചുമ, നീർക്കെട്ട് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. അതേപോലെ തുളസി പോലുള്ള ചെടികളും നമ്മുടെ ഗാർഡനിൽ മസ്റ്റായിട്ടും വളർത്തേണ്ട ചെടികളാണ് കേട്ടോ. എവിടെ ആണെങ്കിലും സ്ഥലമില്ലാത്തവർക്ക് ടെറസിലോ ഒക്കെ വളർത്താൻ പറ്റും. ഇതേപോലെ ചെറിയ അരികൾ അതിൻ്റെ ഉണങ്ങി വരുമ്പോൾ തുളസിയുടെ ഇതുപോലുള്ള സീഡ്സ് കാണുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് പറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അവിടെ കിടന്ന് തൈകൾ കിളിച്ച് വരും. പിന്നെ നമ്മുടെ ഗാർഡനിലെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ കോളിയസിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. മഞ്ഞ, പല പല കളേഴ്സിലുള്ള കോളിയസ് നമുക്ക് വാങ്ങാൻ കിട്ടും. കോളിയസ് വെക്കുകയാണെങ്കിൽ ഗാർഡൻ്റെ ഭംഗിയും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒന്നുകിൽ ഒരേ സൈസിലുള്ള പോട്ട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഒരേ ഇലകളുടെ ഷേപ്പ് ഒരേപോലെ വരുന്ന ചെടികൾ അടുപ്പിച്ച് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ പൂക്കളുള്ള ചെടികൾ എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കാൻ നേരം ചിലപ്പം കുറച്ച് പൂക്കളൊക്കെ കാണത്തുള്ളായിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ പൂക്കളുള്ള ചെടികൾ അടുപ്പിച്ച് വെക്കുമ്പോൾ അത് കാണാനൊരു നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നാച്ചുറലി നമ്മുടെ പ്രകൃതി കാണാൻ എന്ത് ഭംഗിയല്ലേ. പിന്നെ വേറൊരു പ്ലാന്റ് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വെറുതെ കളഞ്ഞൊന്നുമല്ല കേട്ടോ. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ വരുന്ന പഴയ സൈക്കിളൊക്കെ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് പെയിൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല, പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അതിൽ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്തിട്ടേക്കോ കുറച്ച് ചെടികളൊക്കെ കണ്ടോ. ഇത് നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വേറെ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കായിരിക്കും ചെടികളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഗാർഡനിൽ പൂക്കുന്ന ചെടികൾ ഹൈഡ്രാഞ്ചിയ ഒത്തിരി നല്ലതാണ്. എൻ്റെ ഫേവറേറ്റ് ചെടികളൊക്കെയാണ് കാണിക്കുന്നത്. അതേപോലെ റോസിന് പല കളേഴ്സുണ്ട്, എത്ര കളേഴ്സുണ്ട്. അതൊക്കെയും നല്ല പൂക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും പൂവും ഇലയും ഒക്കെ കാണും. ഇതുപോലെ പൂവും ഇലയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു ടിപ്പാണ്, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം, അതായത് പൂവും ഒക്കെ ഒന്ന് പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നെക്സ്റ്റ് നല്ലപോലെ തഴച്ച് നല്ല രീതിയിൽ വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ ചെടികളുടെ കൂട്ടത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ CC പ്ലാന്റ് വെക്കുമ്പോൾ ഇതേപോലെ ഭംഗിയുള്ള നിറമുള്ള ചട്ടികളിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നട്ടതിന് ശേഷം കുറച്ച് പെബിൾസ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. അതേപോലെ ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ക്രോട്ടൺസിൽ ഇതേപോലെ ഇലച്ചെടികൾ, ഇതും പല കളറിലുള്ളതൊക്കെയുണ്ട്. അത് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ട് പെബിൾസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കലീസിയ റെപ്പൻസ് വെക്കുമ്പോൾ നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ ഇതേപോലെ നല്ല ബുഷിയായിട്ട് വളർത്തണം. പിന്നെ അടുത്തത് കാണിക്കുന്ന ഒരു ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആണ്. ഇത് എനിക്ക് എപ്പോഴും കാണാൻ ഇഷ്ടമുള്ളൊരു കാര്യം. അതായത് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ പൂക്കൾ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് ഒത്തിരി ഭംഗിയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ.
ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. പിന്നെ റോസാ ചെടികൾ റോസാ ചെടികളുടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നല്ല വെയിലുള്ള ഒരു ഭാഗത്ത് വെക്കണം. പിന്നെ നല്ലപോലെ ഫെർട്ടിലൈസറും വെള്ളവും കൊടുക്കണം. വാട്ടർ ലില്ലീസും ഇത് വാട്ടർ ലില്ലി അല്ല, ഇത് സാധാരണ ഒരു ലില്ലി ചെടിയാണെന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പൂക്കൾ നല്ല രീതിയിൽ ഇതേപോലെ വരും. പിന്നെ അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോകും. പിന്നെ ആ ചട്ടി നമ്മളെടുത്ത് മാറ്റി വെച്ചാൽ മതി. പിറ്റേ വർഷം അതേ സമയമാകുമ്പോൾ നല്ലതുപോലെ തഴച്ച് പൂക്കളുമായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോഴങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. പിന്നെ നമുക്ക് ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റി. ഇപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചെടിയാണ്, അതുപോലെ തന്നെ എസ്പെഷ്യലി ഒട്ടും കെയർ ചെയ്യാതെ നിങ്ങൾ നോക്കുന്ന ചെടികൾ ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഒരുപാട് വെള്ളവും വേണ്ട, നമുക്ക് അത്ര ശ്രദ്ധയില്ല, പക്ഷേങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയ വളരെ ഈസി കെയറിങ് ആയിട്ടുള്ള ചെടികളുടെ പേര് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ ഒരു ചെടി കേട്ടോ, ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. ഒരുപാട് വെയിലൊന്നുമില്ല, പക്ഷേങ്കിൽ എപ്പോഴും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇത് മതി. നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.